നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് സിഗ്നലുകളൊന്നും കിട്ടണില്ല. അങ്ങനെയുള്ള ആ ഒരു നിശബ്ദതയാണ് ആക്ച്വലി വലിയ രീതിയിലുള്ള പ്രശ്നം. പലപ്പോഴും നമ്മളെ രോഗികൾ നമ്മളെ അടുത്ത് വന്നിട്ട് പറയാന്ന് പറഞ്ഞാൽ, "സാർ എനിക്കൊരു തടിപ്പുണ്ടായിരുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, വേദനയൊന്നുമില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ എൻ്റെ ഭാരം വല്ലാണ്ട് കുറഞ്ഞു. ഞാനത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ എൻ്റെ ഷർട്ട് വല്ലാണ്ട് ലൂസായി. എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒത്തിരി ഞാനൊരു 2, 3 ആഴ്ചയിലധികമായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രക്തം കണ്ടപ്പോഴാണ് ഞാനതൊന്ന് നോട്ട് ചെയ്തത്." എന്ന് പറഞ്ഞിട്ടാണ് പല രീതിയിലുള്ള കംപ്ലയിൻറ്റുകളായിട്ട് സാധാരണ ആളുകൾ വരിക. അപ്പോൾ നമ്മൾ ഇതിൽ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേജ് 1ലുള്ള ഒട്ടുമിക്ക ക്യാൻസർ ബ്രസ്റ്റ് ആണെങ്കിലും തൈറോയ്ഡ് ആണെങ്കിലും ഒക്കെ ഒരു മോർ ദാൻ 90% ആളുകൾ 5 വർഷം ജീവിക്കാനുള്ള സാധ്യതകളുണ്ട്. നല്ല രീതിയിലുള്ള ചികിത്സകൾ കൊടുക്കുകയാണെങ്കിൽ. നേരെ മറിച്ച് നമ്മളെ ശരീരം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഭാരക്കുറവ്, നമ്മളെ ശരീരത്തിന് മലത്തിലോ മൂത്രത്തിലോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ ഛർദ്ദിക്കുമ്പോഴോ ഒക്കെയുള്ള രക്തം വരിക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് അണ്ടർലൈങ് ക്യാൻസറിൻ്റെ സിഗ്നൽ ആയിരിക്കാനാണ് സാധ്യതകളുള്ളത്. നോർമലി മറ്റുള്ള ചെറിയ ജലദോഷം ചുമ സമയത്ത് മൂക്കിൽ നിന്ന് രക്തം വരുമെങ്കിലും നല്ല രീതിയിൽ വോള്യം വളരെ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ, ഇപ്പം മേൽ പറഞ്ഞ പോലെ സ്റ്റേജ് 1ന് പലപ്പോഴും നല്ല രീതിയിലുള്ള ഒരു 90%-ലധികം ക്യൂറാണ് ഒട്ടുമിക്ക അസുഖങ്ങളും. തൈറോയിഡിലാണെങ്കിൽ സ്റ്റേജ് 1ൽ കണ്ടെത്തുകയാണെങ്കിൽ നിയർ നോർമൽ ലൈഫ് അല്ലെങ്കിൽ 100%-ഓളം ആണ് അതിൻ്റെ ക്യൂർ റേറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അകാരണമായ ഭാരക്കുറവ്, നമ്മൾ ഡയറ്റോ എക്സസൈസോ ചെയ്യുക, വളരെ രീതിയിൽ ഭക്ഷണം കൺട്രോൾ ചെയ്യുക, അങ്ങനെ അല്ലാണ്ട് രക്തം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഭാരം കുറയുകയാണെങ്കിൽ, പിന്നെ നമ്മൾ മൂത്രത്തിലോ മലത്തിലോ രക്തം കാണുകയെങ്കിൽ, ഛർദ്ദിക്കുമ്പോൾ രക്തം കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഉടനെ ഡോക്ടറെ കാണിച്ച് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പിക്കണം. കാരണം ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ലൈഫ് സ്റ്റൈല്, നമ്മളെ ഭക്ഷണ രീതികൾ, അല്ലെങ്കിൽ ആൽക്കഹോൾ, സ്മോക്കിംഗ് തുടങ്ങിയ ദുശ്ശീലങ്ങൾ കാരണം ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സിഗ്നലുകൾ എന്തെങ്കിലും നമ്മുടെ ശരീരം തരികയാണെങ്കിൽ അത് ഉടനെ അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സകൾ, ടെസ്റ്റുകൾ നടത്തി ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കണം.